രാജ്യത്ത് വിദ്യാർത്ഥി സമരങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ കൂടുതൽ ശക്തമാകുന്ന സാഹചര്യത്തിൽ മുതിർന്ന നടൻ നസ്രുദ്ദീൻ ഷാ നടത്തിയ ഒരു വീഡിയോ പ്രസംഗം വലിയ ചർച്ചയായിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച വീഡിയോ മണിക്കൂറുകൾക്കകം പ്ലാറ്റ്ഫോമിൽ നിന്ന് അപ്രത്യക്ഷമായി. പിന്നാലെ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും കാണാതായതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. എന്താണ് ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞത്? എന്തുകൊണ്ടാണ് അത് ഇത്രയും വലിയ വിവാദമായത്? വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നസ്രുദ്ദീൻ ഷാ രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചുള്ള തന്റെ കടുത്ത വിമർശനമാണ് മുന്നോട്ട് വച്ചത്. ഒരു അജ്ഞാനി രാജ്യത്തെ നയിക്കുകയാണെങ്കിൽ രാജ്യം മുഴുവൻ അജ്ഞരാകണമെന്നാണ് അയാൾ ആഗ്രഹിക്കുകയെന്ന ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചത്. തുടർന്ന് വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധികളെയും വിദ്യാർത്ഥികൾ നേരിടുന്ന സാഹചര്യങ്ങളെയും അദ്ദേഹം പരാമർശിച്ചു. അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാന കാര്യം തന്റെ അധ്യാപന അനുഭവത്തെക്കുറിച്ചായിരുന്നു. ദേശീയ നാടക വിദ്യാലയത്തിലും പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിച്ചിട്ടുണ്ടെങ്കിലും അഭിനയത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പഠിച്ചത് താൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞു. അതിനാൽ തന്നെ വിദ്യാർത്ഥികളോടുള്ള തന്റെ ആദരവും സ്നേഹവും പ്രത്യേകമായി അദ്ദേഹം പ്രകടിപ്പിച്ചു. എല്ലാ അധ്യാപക ദിനത്തിലും അവരെ അഭിവാദ്യം ചെയ്യാറുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇതിനുശേഷമാണ് ഏറ്റവും വികാരഭരിതമായ ഭാഗം വന്നത്. ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്കെതിരെ നടന്ന പോലീസ് നടപടികളുടെ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ തന്റെ ഹൃദയം വേദനിച്ചുവെന്നും ആ കുട്ടികളോട് കാണിച്ച പെരുമാറ്റം അത്യന്തം ദുഃഖകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാർത്ഥികളോട് ധൈര്യം കൈവിടരുതെന്നും രാജ്യത്തെ നിരവധി ആളുകൾ അവരുടെ കൂടെയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ രാജ്യത്തെ യുവതലമുറയിൽ എനിക്ക് എപ്പോഴും പ്രതീക്ഷയുണ്ടായിരുന്നു. ഇപ്പോൾ ആ പ്രതീക്ഷ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. നിങ്ങളുടെ പോരാട്ടം തുടരുക, ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ സന്ദേശം. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വേഗത്തിൽ പ്രചരിച്ചു. എന്നാൽ മണിക്കൂറുകൾക്കും വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് കാണാതായി. പിന്നീട് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ലഭ്യമല്ലെന്നും പലരും ശ്രദ്ധയിൽപ്പെടുത്തി. ഇത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു. അതേസമയം വീഡിയോയുടെ പകർപ്പുകൾ എക്സിൽ ഉൾപ്പെടെ മറ്റു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഇതിനിടെ മറ്റൊരു തെറ്റായ വിവരം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചു. നസ്രുദ്ദീൻ ഷാ നേരിട്ട് ജന്തർ മന്ദറിലെ വിദ്യാർത്ഥി സമരത്തിൽ പങ്കെടുത്തുവെന്ന അവകാശവാദത്തോടെ ഒരു വീഡിയോ വൈറലായി. എന്നാൽ പിന്നീട് അത് വസ്തുതാ പരിശോധനയിൽ തെറ്റാണെന്ന് തെളിഞ്ഞു. ആ വീഡിയോ ഡൽഹിയിലെ പ്രതിഷേധത്തിൽ നിന്നുള്ളതല്ല, മുംബൈയിൽ നടന്ന ഒരു സിനിമാ പ്രദർശന പരിപാടിയിലേതാണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കി. അതിനാൽ അദ്ദേഹം പ്രതിഷേധത്തിൽ നേരിട്ട് പങ്കെടുത്തുവെന്ന അവകാശവാദത്തിന് തെളിവില്ല. ഈ സംഭവത്തിനൊപ്പം മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കപ്പെടുകയാണ്. വിദ്യാർത്ഥി സമരത്തെക്കുറിച്ച് വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ പ്രതികരിക്കുന്നുണ്ട്. ചിലർ വിദ്യാർത്ഥികൾ പിന്തുണ അറിയിക്കുമ്പോൾ മറ്റു ചിലർ പ്രതിഷേധങ്ങളെ വിമർശിക്കുകയും ചെയ്യുന്നു. അതിനാൽ ഈ വിഷയം രാഷ്ട്രീയത്തിനൊപ്പം സാംസ്കാരിക രംഗത്തും വലിയ ചർച്ചയായിരിക്കുകയാണ്. നസ്രുദ്ദീൻ ഷായുടെ വീഡിയോ അപ്രത്യക്ഷമായതിനെക്കുറിച്ച് ഔദ്യോഗിക വിശദീകരണം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അത് പ്ലാറ്റ്ഫോമിന്റെ നടപടിയായിരുന്നോ, അക്കൗണ്ടുമായി ബന്ധപ്പെട്ട സാങ്കേതിക പ്രശ്നമായിരുന്നോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നത് വ്യക്തമായിട്ടില്ല. അതിനാൽ ഇത് സംബന്ധിച്ച് സ്ഥിരീകരിക്കാത്ത നിഗമനങ്ങളിലേക്ക് പോകുന്നത് ഉചിതമല്ല. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഒരു മുതിർന്ന നടൻ വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നടത്തിയ പ്രസംഗം രാജ്യവ്യാപകമായ ചർച്ചയ്ക്ക് കാരണമായി. അതിന്റെ ഉള്ളടക്കവും പിന്നീട് വീഡിയോയും അക്കൗണ്ടും അപ്രത്യക്ഷമായ സംഭവവികാസവും സോഷ്യൽ മീഡിയയിലെ അഭിപ്രായ സ്വാതന്ത്ര്യം, പ്രതിഷേധാവകാശം, പൊതുപ്രതികരണങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള പുതിയ ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുകയാണ്. ഈ സംഭവത്തെക്കുറിച്ചുള്ള അന്വേഷണം, പ്ലാറ്റ്ഫോമുകളുടെ വിശദീകരണം, ബന്ധപ്പെട്ട അധികാരികളുടെ പ്രതികരണം എന്നിവ വരും ദിവസങ്ങൾ കൂടുതൽ വ്യക്തത നൽകുമോ എന്നാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്.